ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഓവനൊന്നുമില്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് നല്ലൊരു അടിപൊളി ചിക്കൻ പീസ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മളിത് നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് 2 മണിക്കൂർ മൂടി മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ച് ചേർക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് നമുക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നല്ലപോലെ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ മാവ് ഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ലെവൽ ചെയ്ത് നമുക്ക് കൈകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഫുള്ളായിട്ട്. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതേപോലെ ഹോൾസ് ഇട്ടിട്ടുണ്ട് ഫോർക്ക് കൊണ്ട്. ഇനി നമുക്കിതിലേക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇതേപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 4 മീഡിയം സൈസ് പീസ് എടുത്ത് അതിലേക്ക് മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ലേശം എണ്ണ കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത് ചോപ്പ് ചെയ്തെടുത്താണ് ചേർക്കുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് വീണ്ടും ഇതിൻ്റെ മീതയിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പരന്ന പാൻ വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കി വെച്ചിരുന്നു. അതിൻ്റെ മീതയിലേക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി 15 മുതൽ 20 മിനിറ്റിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ ഈ പാനിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചൂട് പിസ്സയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിസ്സ കട്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കത്തി ഉപയോഗിച്ചും ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് റെഡിയാക്കി എടുക്കാവുന്ന ഈ ചിക്കൻ പിസ്സ എല്ലാവരും തന്നെ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ.